ഭാരതത്തോട് ചേർന്നുള്ള അതിർത്തിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ന് ചൈന. ടിബറ്റിലെ ഹിമാലയൻ മേഖലയിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തിൽ ആശങ്ക അറിയിച്ച് ഭാരതം രംഗത്തെത്തി. സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഭാരത അതിർത്തിയോട് ചേർന്ന് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുന്നത്. ചൈനയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് പ്രതികരണവുമായി ഭാരതം രംഗത്തെത്തിയത്. സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുകയാണ്. തങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ടിബറ്റിൽ അതിർത്തിക്ക് സമീപം ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത് സുരക്ഷാ ആശങ്കയിലാഴ്ത്തിയ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. യാർലങ് സാങ്പോ നദിക്ക് കുറുകെ അണക്കെട്ട് പണിയുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത അറിയാനിടയായെന്നും ഇക്കാര്യത്തിലുള്ള ആശങ്ക ചൈനയെ അറിയിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നദിയിലെ ജലം ഉപയോഗിക്കാൻ അവകാശമുള്ള രാജ്യമെന്ന നിലയിൽ ഈ മെഗാ പ്രോജക്റ്റ് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും ആശങ്കകളും നയതന്ത്രതലം വഴിയും മറ്റും ചൈനയെ അറിയിച്ചിട്ടുണ്ടെന്ന് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ചയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് യാർലങ് സാങ്പോ നദിക്ക് കുറുകെ പണിയാൻ ചൈനീസ് സർക്കാർ അനുമതി നൽകിയത്. 13,700 കോടി ഡോളറാണ് ചെലവ് കണക്കാക്കുന്നത്. പദ്ധതിയിലൂടെ പ്രതിവർഷം 30,000 കോടി കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. ചൈനയിലെ ത്രീ ഗോർജസ് അണക്കെട്ടിനേക്കാൾ വലിയ അണക്കെട്ട് നിർമ്മിക്കാനാണ് ചൈനയുടെ പദ്ധതി. ഹിമാലയൻ നിരകളിലെ മലയിടുക്കിനോട് ചേർന്ന് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന ഇടത്താണ് പദ്ധതി വരുന്നത്. പരിസ്ഥിതി ലോല പ്രദേശത്തിന് പുറമെ ഉയർന്ന ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലത്താണ് ചൈന പുതിയ ഡാം പണിയുന്നത്. ഇക്കാരണങ്ങളാൽ പുതിയ അണക്കെട്ട് അതിർത്തിയോട് ചേർന്ന് നിർമ്മിക്കുന്നത് ഭാരതത്തെ ആശങ്കയിലാഴ്ത്തുന്നു. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമി തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെ ഭീമൻ അണക്കെട്ട് പണിയുന്നത് പാരിസ്ഥിതികാഘാതത്തിനും ഭൂകമ്പത്തിനും ആക്കം കൂട്ടുമെന്നാണ് ആശങ്ക. പുതിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്കിൽ വലിയ സ്വാധീനമുണ്ടാക്കും. കടുത്ത ക്ഷാമവും വെള്ളപ്പൊക്കവും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിക്കുമെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിലുള്ള സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഉയർന്ന പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ ദോഷം വരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജയ്സ്വാൾ വ്യക്തമാക്കി. First about the dam that you referred to. We have seen the information released by Xinhua on 25th December 2024 regarding a hydropower project on the Yarlung Sangpo river in the Tibet Autonomous Region of China. As a lower riparian state with established user rights to the waters of the river, we have consistently expressed through expert level as well as diplomatic channels our views and concerns to the Chinese side over mega projects on rivers in their territory. These have been reiterated along with the need for transparency and consultation with downstream countries following the latest report. The Chinese side has been urged to ensure that the interests of downstream states of the Brahmaputra are not harmed by activities in upstream areas. We will continue to monitor and take necessary measures to protect our interests. പുതിയ അണക്കെട്ട് പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിൽ ജലയുദ്ധത്തിന് കാരണമാകാൻ സാധ്യതയുള്ളതായും നിരീക്ഷണമുണ്ട്. അതേസമയം പദ്ധതിയിൽ ആശങ്ക വേണ്ടെന്നാണ് ചൈന പറയുന്നത്. അണക്കെട്ട് നദീതീര പ്രദേശങ്ങൾക്കോ താഴ്വാരങ്ങൾക്കോ സുരക്ഷാ ഭീഷണിയാകില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് പ്രതികരിച്ചത്. പാരിസ്ഥിതിക സുരക്ഷാ ആഘാതങ്ങളെക്കുറിച്ച് പതിറ്റാണ്ടുകളോളം പഠിച്ച ശേഷമാണ് പദ്ധതി വിഭാവനം ചെയ്തതെന്നും കരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നും നിങ് വ്യക്തമാക്കിയിരുന്നു.